പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാവുകയാണ്. ഹോർമൂസ് കടലിടുക്കിന് സമീപം US പ്രതിരോധം കടക്കുവാൻ ശ്രമിച്ച ഇറാന്റെ തൗസ്ക എന്ന ചരക്ക് കപ്പൽ അമേരിക്കയെ ആക്രമിച്ചു. മിസൈൽ പ്രഹരശേഷിയുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലായ സ്പ്രൂവാൻസ് ആണ് ഇറാനിയൻ കപ്പലിനെ ആക്രമിച്ചത്. ഇറാനിയൻ കപ്പലിന് പലതവണ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇറാൻ സംഘം അത് കേൾക്കുവാൻ തയ്യാറായില്ല എന്ന് ഇതിനുശേഷം ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. തൗസ്ക എന്നു പേരുള്ള 900 അടി നീളവും വിമാനത്തോളം ഭാരവുമുള്ള കപ്പലാണ് പിടിച്ചെടുത്തത്. അമേരിക്കൻ നാവിക ഉപരോധം മറികടക്കുവാൻ ശ്രമിച്ച കപ്പലിന് കൊടുത്ത എല്ലാ മുന്നറിയിപ്പുകളും അവഗണിച്ചതിനെ തുടർന്ന് 6 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് US സൈന്യം വെടിവെച്ച് ഇറാൻ കപ്പലിന്റെ എഞ്ചിൻ പ്രവർത്തനരഹിതമാക്കിയത്. എഞ്ചിൻ റൂം ആക്രമിച്ച് തകർത്തതിനു ശേഷം ഈ കപ്പൽ സൈന്യം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്നാൽ ഈ സംഭവത്തെ അതീവ ഗൗരവതരമായിട്ടാണ് കാണുന്നതെന്നും ഇത് വെടിനിർത്തൽ ലംഘനമാണ് എന്നും ആകയാൽ അതിന് തക്കതായ തിരിച്ചടി നൽകുമെന്നും പ്രഖ്യാപിച്ച ഇറാൻ യുദ്ധത്തിന് സജ്ജമാണ് എന്നുകൂടി പ്രഖ്യാപിച്ചതോടുകൂടി മേഖലയിൽ യുദ്ധഭീതി ശക്തമായിരിക്കുകയാണ്. പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിന്റെ കെടുതികളിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ തിരിച്ചടികൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുണ്ടാവും, അതിന്റെ പരിണിത ഫലങ്ങൾ എത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചുവെങ്കിലും ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള ഒരു നിഗമനം ലോകത്തിനുണ്ടായിരുന്നു. അതിന്റെ കാരണം ട്രംപിന്റെ അസ്ഥാനത്തുള്ള അനാവശ്യ പ്രസ്താവനകൾ തന്നെയാണ്. അടച്ചിട്ടിരുന്ന ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുകയും ഗതാഗതം സുഗമമായി നടക്കട്ടെ എന്ന് പറഞ്ഞ് സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി കളമൊരുക്കുകയും ചെയ്ത ഇറാൻ പ്രതീക്ഷാ നിർഭരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കിയത്. എന്നാൽ ഹോർമൂസ് തുറന്ന് 24 മണിക്കൂർ പിന്നിടും മുൻപ് തന്നെ അത് വീണ്ടും അടയ്ക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യം ട്രംപ് ഉണ്ടാക്കി. ഹോർമൂസ് തുറന്നു കൊടുത്തിട്ടും അമേരിക്ക ഇറാന്റെ മേൽ തുടരുന്ന ഉപരോധമാണ് ഇറാനെ ഇത്രയധികം ചൊടിപ്പിക്കുവാൻ കാരണമായി മാറിയത്. ഇറാനുമായി ആരോഗ്യകരമായ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും അത് സംബന്ധിച്ച് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രസ്താവനകളും ഇറാൻ മറുപടിയായി പറഞ്ഞിരുന്നില്ല. നല്ലൊരു ചർച്ചയുടെ അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എല്ലാ നിബന്ധനകളും അംഗീകരിച്ചില്ലെങ്കിലും അനിവാര്യമായ വിട്ടുവീഴ്ചകൾ അവർ ചെയ്തു കൊടുത്തേ മതിയാവുകയുള്ളൂ. എന്ന് വെച്ചാൽ ഹോർമൂസിൽ അവർ പ്രഖ്യാപിച്ച ഉപരോധത്തിനും ഇളവുണ്ടാകണം എന്ന് സാരം. ഇറാന്റെ മരവിപ്പിക്കപ്പെട്ട ആസ്തികൾ ഏതെങ്കിലുമൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള തീരുമാനങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമായിരുന്നു. ഇതൊന്നുമില്ലാതെ തോക്കിൻ മുനയിൽ നിർത്തി നെഗോഷിയേറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതിലെ അർത്ഥശൂന്യത ഇറാൻ ഇപ്പോൾ ലോകത്തെ തുറന്നു കാണിക്കുകയാണ്. എന്തായാലും അമേരിക്ക ബലപ്രയോഗത്തിലൂടെ ഇറാന്റെ കപ്പൽ ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായും ഇത് യുദ്ധസമാനമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വെടിനിർത്തൽ കൃത്യമായി ലംഘിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 22-ാം തീയതി എന്നുള്ളത് ഒരു നിർണായകമായ ദിവസമാണ്. 22-ാം തീയതിയാണ് അമേരിക്ക പ്രഖ്യാപിച്ച വെടിനിർത്തലിന്റെ കാലാവധി അവസാനിക്കുന്നത്. അതിനു മുൻപ് തന്നെ ചർച്ചകൾ തുടങ്ങി വെക്കുവാൻ സാധിക്കുകയും വെടിനിർത്തൽ ഏതാനും ദിവസത്തേക്ക് കൂടി നീട്ടിവെക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നീക്കങ്ങളോടുകൂടി ആ പ്രതീക്ഷകൾ അസ്ഥാനത്തായിരിക്കുന്നു. അതുകൊണ്ട് ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്ന് അമേരിക്ക പറയുമ്പോഴും ഇറാൻ മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന കർശനമായ നിലപാടാണ് ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നട്ടാൽ കുരുക്കാത്ത നുണ ലോകത്തോട് പറഞ്ഞു കേൾപ്പിച്ചു. അതായത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവർ ഞങ്ങൾക്ക് നൽകാം എന്ന് എഗ്രി ചെയ്തു എന്നുള്ളതായിരുന്നു അത്. ട്രംപിന്റെ ആ വിടുവായ്ത്തരം ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അപ്പോൾ തന്നെ ഇറാൻ തിരിച്ചടിച്ചു. അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു വാഗ്ദാനം ഞങ്ങൾ അമേരിക്കയ്ക്ക് നൽകിയിട്ടുമില്ല. ട്രംപ് പറയുന്നതെല്ലാം പച്ചക്കള്ളങ്ങൾ മാത്രമാണ്. അവിടെയാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്നത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകളിൽ കൂടി ട്രംപ് എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് ആഗോള വ്യാപകമായിട്ടുള്ള യുദ്ധ നിരീക്ഷകർ ഇപ്പോൾ അത്ഭുതത്തോടെ ഉറ്റുനോക്കുകയാണ്. ട്രംപിന്റെ ഉദ്ദേശം എന്താണെന്ന് ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. സംയമനം പാലിക്കേണ്ടയിടത്ത് സംയമനം പാലിക്കുകയും വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുക്കുകയും ചെയ്തുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുക എന്നുള്ളതാണ് ബുദ്ധിപരമായ നീക്കം. പക്ഷേ മിക്കപ്പോഴും ട്രംപിനത് കഴിയുന്നില്ല എന്ന് മാത്രവുമല്ല, ലോകത്ത് നടക്കുന്ന പ്രധാന സംഭവങ്ങളെല്ലാം തന്നെ തൻ്റെ കൺട്രോളിൽ കൂടി മാത്രമേ പോകുവാൻ പാടുള്ളൂ എന്നൊരു ചിന്താഗതി അദ്ദേഹത്തെ ഭരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെല്ലാം തൻ്റെ നാവിൽ കൂടി അല്ലെങ്കിൽ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ മാത്രമേ ലോകം അറിയുവാൻ പാടുള്ളൂ. യുദ്ധം തുടങ്ങുന്നത് താനായിരിക്കും, യുദ്ധം അവസാനിപ്പിക്കുവാൻ പോകുന്നതും താൻ തന്നെയായിരിക്കും. ചുരുക്കത്തിൽ എല്ലാറ്റിൻ്റെയും ആദ്യത്തെയും അവസാനത്തേതുമായിട്ടുള്ള വാക്ക് താൻ മാത്രമായിരിക്കും എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഇപ്പോൾ ട്രംപിനെ ഭരിക്കുന്നത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ വ്യക്തമാക്കുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുള്ളതുപോലെ നിഗൂഢമായ അജണ്ടകളൊന്നും തങ്ങൾക്കില്ല എന്നുള്ളതാണ്. ഇന്ന് ഇറാനിയൻ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഖായി സംസാരിക്കുമ്പോൾ അദ്ദേഹം ലോകത്തോട് ഒട്ടനവധി കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. ട്രംപ് ഇപ്പോൾ എല്ലായിടത്തും വിരോധാഭാസമാണ് കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഒരു ഭാഗത്ത് നയതന്ത്രത്തെ പിന്തുണയ്ക്കുന്നതായി പറയുമ്പോൾ മറുവശത്ത് ട്രംപ് സ്വീകരിക്കുന്ന നടപടികൾ അവർക്ക് നയതന്ത്രത്തിലേക്ക് പോകുവാൻ സത്യസന്ധമായി താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്.
വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷം തന്നെ അമേരിക്കയുടെ സമീപനം അതീവ ഗുരുതരമായിരുന്നു. ആദ്യം അവർ ലെബനോനിലെ പോരാട്ടം കരാറിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ പാകിസ്ഥാനിലെ ചർച്ച മുഖേന ലെബനോനിൽ യുദ്ധവിരാമം ഉൾപ്പെടുത്തണം എന്ന് വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് അമേരിക്ക സമുദ്ര ഉപരോധം നടപ്പാക്കി. അമേരിക്കൻ നാവികസേന ഇറാനിയൻ കപ്പലുകൾ ആക്രമിക്കുകയും തുറമുഖങ്ങൾ ഉപരോധിക്കുകയും ചെയ്തു. ഇവയെല്ലാം അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണ്. ഈ പ്രവണത രണ്ടു പക്ഷങ്ങൾക്കുമിടയിലുള്ള വിശ്വാസമില്ലാത്ത അവസ്ഥയെ സൃഷ്ടിച്ചു. ഇപ്പോൾ ഇറാൻ അമേരിക്കയെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ആവശ്യമായ നടപടികളാണ് ഇപ്പോൾ ഞങ്ങൾ സ്വീകരിക്കുവാൻ താൽപ്പര്യപ്പെടുന്നത്. അമേരിക്ക വെടിനിർത്തൽ കരാർ ലംഘിച്ചതിലൂടെ വീണ്ടും ആക്രമണ സാധ്യത ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, അമേരിക്ക ഇതിനകം തന്നെ കരാറുകൾ 2 തവണ ലംഘിച്ചു കഴിഞ്ഞു. അവർ ഇറാനെ ആക്രമിക്കുകയും സാധാരണ ജനങ്ങളെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും നശിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഇറാൻ ഇനി മുതൽ കൂടുതൽ ജാഗ്രതയോടുകൂടിയായിരിക്കും നയതന്ത്രം തുടരുക. ശത്രുക്കളുടെ തന്ത്രങ്ങളെ സൂക്ഷ്മമായി ഞങ്ങൾ നിരീക്ഷിക്കും. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ഞങ്ങൾ ഇനി തയ്യാറല്ല എന്നായിരുന്നു. ഇതിനിടയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യത്തിനുള്ള മറുപടിയായി അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയുടെ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഹോർമൂസ് കടലിടുക്കിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും അമേരിക്കയും ഇസ്രയേലും നടത്തിയ സൈനിക ആക്രമണങ്ങളുടെ ഫലമാണ്. ഈ ആക്രമണങ്ങൾക്ക് മുൻപ് ഈ പ്രദേശം സുരക്ഷിതമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ 2ാം ഘട്ട ചർച്ചകൾക്ക് തയ്യാറല്ല. കാരണം അമേരിക്കയെ വിശ്വസിക്കുവാൻ കഴിയില്ല. അമേരിക്കയും ഇസ്രയേലും വീണ്ടും ആക്രമണം ആരംഭിച്ചാൽ ഇറാൻ ശക്തമായി തന്നെ പ്രതികരിക്കും. അമേരിക്ക ചില നിർദ്ദേശങ്ങൾ മുൻപോട്ട് വെച്ചതായി പറയപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉപരോധം നീക്കുന്നതിനുള്ള യഥാർത്ഥവും ഫലപ്രദവുമായിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും ഇറാന് ലഭിച്ചിട്ടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതുമാത്രവുമല്ല, ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും യാഥാർത്ഥ്യമല്ലെന്നും മാധ്യമങ്ങൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള വിവരങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും ഇറാൻ ആരോപിച്ചു. ഇറാന്റെ നിലപാട് അത് വളരെ വ്യക്തമാണ്. അവർ അമേരിക്കയെ വിശ്വസിക്കുന്നില്ല. കാരണം ദീർഘകാലമായി അമേരിക്ക നയതന്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ ശക്തമായ ആരോപണം. കൂടാതെ റഷ്യയും ചൈനയും ഈ സമയത്ത് സ്വീകരിച്ച നിലപാടുകൾക്ക് ഇറാൻ നന്ദി അറിയിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തമായി തുടരുകയാണ് എന്നും അന്താരാഷ്ട്ര സമൂഹം പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തണമെന്നും ഈ ദുരന്തങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചുമലിൽ കെട്ടിവെക്കണമെന്നും ഇസ്മയിൽ ബഖായി ആവശ്യപ്പെട്ടു. യുറേനിയം സമ്പുഷ്ടീകരണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇറാന്റെ ശാസ്ത്രീയ നേട്ടങ്ങളും രാജ്യത്തിന്റെ വിഭവങ്ങളും അവരുടെ രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നും അങ്ങനെയുള്ളവ ഒരിക്കലും വിട്ടുകൊടുക്കുവാൻ കഴിയില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അവസാനമായി ഇസ്ലാമാബാദിൽ നടക്കുവാൻ പോകുന്നു എന്ന് പറയുന്ന 2ാം ഘട്ട ചർച്ചയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇറാൻ അത്യധികം പ്രതീക്ഷയൊന്നും ഇതിൽ വെച്ചു പുലർത്തുന്നില്ല, അപ്പോൾ തന്നെ നിരാശയുമില്ല, മറിച്ച് യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്നത് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ച ഇറാന്റെ പതാകയോടുകൂടിയുള്ള ചരക്ക് കപ്പൽ അമേരിക്ക പിടിച്ചെടുത്ത നടപടി അതിന് നിശ്ചയമായും പ്രതികാരം ചെയ്തിരിക്കും എന്നയാൾ മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാത അതിപ്പോഴും അടഞ്ഞ നിലയിൽ തന്നെയാണ് കിടക്കുന്നത്. ആഗോള വ്യാപാരത്തിനും എണ്ണ ഗതാഗതത്തിനും അത്യന്തം നിർണായകമായ ഈ കടൽപാതയിൽ ആയിരക്കണക്കിന് കപ്പലുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ശക്തമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അത്, ഞങ്ങൾ വളരെ ന്യായവും യുക്തിസഹവുമായ ഒരു കരാർ ഇറാന്റെ മുൻപിലേക്ക് വെക്കുകയാണ്. അവരത് സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ അമേരിക്ക ഇറാനിലെ എല്ലാ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും തകർത്ത് തരിപ്പണമാക്കി കളയും. ട്രംപിന്റെ ഈ പ്രസ്താവനയെ ഇറാൻ കേട്ടതായി നടിച്ചിട്ടേയില്ല. എന്നാൽ ടെഹ്റാനിൽ നിന്നും വെളിപ്പെടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന കടൽപാതയെ താൽക്കാലിക സമ്മർദ്ദോപാധിയായി മാത്രമല്ല, ദീർഘകാല നയതന്ത്രപരമായ ഒരു ആയുധമായിട്ടാണ് കാണുന്നത്. ഇറാന്റെ നേതാക്കൾ വ്യക്തമാക്കുന്നത് ഹോർമൂസ് കടലിടുക്കിൽ അവരുടെ സാന്നിധ്യം സ്ഥിരമാണെന്നും അത് ആർക്കും അടിയറവെക്കാൻ കഴിയില്ല എന്നുമാണ്. ഇതിനിടെ ഇറാനിലെ സാധാരണ ജനങ്ങൾ അവർ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. സാമ്പത്തിക ഉപരോധങ്ങളും യുദ്ധവും ചേർന്ന് സമ്പദ് വ്യവസ്ഥയെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. മരുന്നുകളുടെ വില കുതിച്ചുയരുകയാണ്. ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ ലഭിക്കുവാൻ തന്നെ വളരെയധികം ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിരിക്കുന്നതിനാൽ ജനങ്ങൾ കൂടുതൽ നിയന്ത്രണവും ഭയവും അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പൊതുവേദികളിൽ സർക്കാർ അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ പലയിടങ്ങളിലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളായി കണ്ടിട്ട് യുവാക്കളെ സർക്കാർ പിടികൂടുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ചുരുക്കത്തിൽ യുദ്ധം അവസാനിച്ചാലും ഇറാനിൽ ആഭ്യന്തര അടിച്ചമർത്തലുകൾ കൂടുതൽ ശക്തമായി മാറും എന്നുള്ള ആശങ്കയാണ് പുറത്തു വരുന്നത്.
യുദ്ധത്തോടുള്ള ബന്ധത്തിൽ ഔദ്യോഗികമായി ചർച്ചകളൊന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എങ്കിലും പാകിസ്ഥാന്റെ ഇടപെടലോടുകൂടി രഹസ്യമായി പിന്നാമ്പുറ ചർച്ചകൾ നടക്കുന്നുണ്ടാകാം എന്നാണ് ലോക നേതാക്കൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ മികച്ച സാധ്യതയായി കരുതപ്പെടുന്നത് വെടിനിർത്തൽ അല്പം കൂടി നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഇരുപക്ഷത്തിനും യുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കുവാൻ താല്പര്യമില്ലെങ്കിലും പൊതുവേദിയിൽ പരസ്പരം കീഴ്പ്പെട്ടു കൊടുക്കുകയും പരസ്പരം ഇളവ് നൽകിയതായി മറ്റുള്ളവരിൽ ഒരു തോന്നലുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുവാൻ രണ്ടു പക്ഷവും താല്പര്യപ്പെടുന്നില്ല. അതിനാൽ ആകെയുള്ള പ്രതീക്ഷ പുറത്തു കാണുന്ന സംഘർഷങ്ങൾക്കപ്പുറം അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ നടക്കുന്ന നയതന്ത്ര ശ്രമങ്ങളാണ്. അത് തന്നെയാണ് ഇപ്പോൾ നിർണായകമായി മാറിക്കൊണ്ടിരിക്കുന്നതും.